കൊല്ലത്ത് മിന്നുന്ന വിജയം കരസ്ഥമാക്കി NK പ്രേമചന്ദ്രൻ. ഇത്തവണയും LDF കോട്ടകളിൽ വിള്ളലുണ്ടാക്കിയാണ് പ്രേമചന്ദ്രന്റെ തേരോട്ടം തുടരുന്നത്. BJP മണ്ഡലത്തിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തിയതും ശ്രദ്ധേയമാണ്. 2014 MA ബേബി, 2019 ബാലഗോപാൽ, 2024 എത്തുമ്പോൾ M മുകേഷ്. CPM തുടർച്ചയായി പരാജയപ്പെടുന്ന കൊല്ലം പാർലമെന്റ് മണ്ഡലം NK പ്രേമചന്ദ്രനോട് സാർ ജയിച്ചത് അവിടെ ജയിച്ചതും ഇവിടെ ജയിച്ചത് ഞങ്ങൾ 1 ലക്ഷം കഴിഞ്ഞു. അവിടെ ജയിച്ചത് സാറല്ലേ? 1 ലക്ഷം കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഇന്നലെ നമ്മളെ കോളേജിലൊക്കെ കൈവിട്ടില്ലേ പ്രേമചന്ദ്രനെ? 1 ലക്ഷം കഴിഞ്ഞു. 1 ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം 140 പോസ്റ്റൽ ബാലറ്റുകളിലെ കൗണ്ടിങ്ങിൽ ആദ്യഘട്ടം പ്രേമചന്ദ്രൻ പിന്നോട്ട് പോയെങ്കിലും EVM എണ്ണിത്തുടങ്ങിയപ്പോൾ മുതൽ ഒരിക്കൽ പോലും പ്രേമചന്ദ്രന് പിന്നോട്ട് പോകേണ്ടി വന്നില്ല. 7 മണ്ഡലങ്ങളിലും കൃത്യമായ ആധിപത്യം. LDF പക്ഷം പ്രതീക്ഷ വച്ച പുനലൂർ, ചടയമംഗലം, ചാത്തന്നൂർ മണ്ഡലങ്ങൾ ഇത്തവണ പ്രേമചന്ദ്രനൊപ്പം നിന്നു. അപവാദ വർഗീയ പ്രചാരണത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ച ഇടതുപക്ഷത്തിന് കിട്ടിയ തിരിച്ചടിയാണ് തന്റെ വിജയമെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരായ ജനവികാരം പോലെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരായ കനത്ത താക്കീത് കൂടിയാണ് UDFന്റെ വിജയമെന്നും പ്രേമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് BJPയുടെ വോട്ട് വർദ്ധിച്ചത് ഗൗരവകരമായി പരിശോധന വേണമെന്നും അദ്ദേഹം പറഞ്ഞു. പരാജയത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ LDF ജില്ലാ നേതൃത്വം തയ്യാറായില്ല. വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് CPM പരിശോധിക്കും. എന്നാൽ BJP സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയും കേന്ദ്ര സർക്കാരിനോടുള്ള പിന്തുണയുമാണ് തങ്ങളുടെ വോട്ട് വർദ്ധിക്കുവാൻ കാരണമെന്നാണ് BJP നേതൃത്വത്തിന്റെ വിശദീകരണം. കൊല്ലം മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ UDF പ്രവർത്തകർ പായസം വിതരണം ചെയ്തും ആഹ്ലാദ പ്രകടനം നടത്തിയുമാണ് വിജയം ആഘോഷിച്ചത്. UDF 18 സീറ്റും LDF BJP 1 വീതം സീറ്റുമാണ് കേരളത്തിൽ നേടിയത്. ന്യൂസ് കേരളം, കൊല്ലം.